നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ്സ് മോഡൽ. റൂദർഫോർഡ്സ് മോഡൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് ചാർജ് എല്ലാം ഒരു ചെറിയൊരു സ്പേസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അത് നല്ല എല്ലാ മാസും അല്ലേ, മോസ്റ്റ് ഓഫ് ദ മാസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ, പോസിറ്റീവ്ലി ചാർജഡ് ആണ്. നമ്മളതിനെ ന്യൂക്ലിയസ് എന്ന് പറയും. ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കും ഇലക്ട്രോൺസ്. ഇതല്ലേ റൂദർഫോർഡ്സ് മോഡൽ. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. അതിലാദ്യത്തെ ലിമിറ്റേഷൻ, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, an accelerating charged particle emits radiation in the form of electromagnetic waves. The energy of an accelerating electron should therefore be continuously decreased. The electron would spiral inward and eventually fall into the nucleus. Such atom cannot be stable. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്നല്ലോ പറയുന്നത്. ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ആക്സലറേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് സെൻട്രിപീറ്റൽ ആക്സലറേഷൻ. അതായത് അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സർക്കുലർ മോഷനിൽ അതിൻ്റെ സ്പീഡല്ല ഞാൻ പറയുന്നത്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ, വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എവറി ടൈം ഇലക്ട്രോൺ ഹാസ് ആക്സലറേഷൻ വിച്ച് ഈസ് സെൻട്രിപീറ്റൽ ആക്സലറേഷൻ. അപ്പോൾ ഇലക്ട്രോണിന് ഒരു ആക്സലറേറ്റഡ് മോഷനിലാണ് ഇത്. ആക്സലറേറ്റ് മോഷനിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം അത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോണ് ആക്സലറേറ്റഡ് മോഷനിലാണെങ്കിൽ ഇറ്റ് മസ്റ്റ് എമിറ്റ് റേഡിയേഷൻ. ഇത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എനർജി ഇങ്ങനെ ഡൗൺ ആവാൻ തുടങ്ങും. ഇതിൻ്റെ എനർജി ഡൗൺ ആയിട്ട് മനസ്സിലായാലോ, ഇതിങ്ങനെ സ്പൈറലി ഇങ്ങനെ കറങ്ങി 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 ന്യൂക്ലിയസിലെത്തും. സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ എനർജി കുറയുമ്പോൾ. സ്പീഡ് കുറയുമ്പോൾ അൾട്ടിമേറ്റ്ലി അതിൻ്റെ റേഡിയസ് കുറഞ്ഞ് ഇങ്ങനെ പതുക്കെ സ്പൈറലി ന്യൂക്ലിയസിൽ തന്നെ എത്തേണ്ടതാണ്. അതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ആറ്റം ആവണം. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ് അല്ലേ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നില്ല. ആക്ച്വലി അൺസ്റ്റേബിൾ അല്ല, സ്റ്റേബിളാണ്. എവ്രി ആറ്റം ഈസ് സ്റ്റേബിൾ. സോ ഇങ്ങനെ സംഭവിക്കുന്നില്ല, ശരിയല്ലേ? അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല റൂദർഫോർഡിന്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് റിവോൾവ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കുറയും, മീൻസ് വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുമ്പോൾ അതിൻ്റെ റേഡിയസ് ഇങ്ങനെ കുറഞ്ഞ് 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 അൾട്ടിമേറ്റ്ലി സ്പൈറലി അല്ലേ മൂവ് ചെയ്ത് ഈ ന്യൂക്ലിയസിൽ എൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് അൺസ്റ്റേബിളായി മാറണം. അപ്പോൾ അത് സംഭവിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ലിമിറ്റേഷൻ. അതിൻ്റെ പ്രോപ്പർ റീസൺ പറയാൻ പറ്റിയിട്ടില്ല. വേറൊന്ന്, according to Rutherford's model of atoms would emit a continuous spectrum of radiation, but we get a discontinuous spectrum. അത് നമ്മൾ ആറ്റോമിക് സ്പെക്ട്ര എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആവുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഇതിപ്പോൾ നമ്മൾ ഒന്ന് എന്താ പറയുക, ഇതിപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടാക്കി. അതായത് നമ്മൾ ഈ ആറ്റംസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിൽ കൂടി ഇലക്ട്രിക് ഫീൽഡ് കടത്തി വിട്ടു. അതായത് ഇതിന് ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്തു, ചൂടാക്കി കഴിഞ്ഞാൽ ഇത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും, ശരിയല്ലേ? ഈ ആറ്റംസ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല. അതായത് റെഡ്, വയലറ്റ്, ഇൻഡിഗോ എല്ലാ ലൈറ്റും എല്ലാ വേവ് ലെങ്ത്തും കാണിക്കുന്നില്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അക്കോർഡിംഗ് ടു റൂദർഫോർഡ്സ് മോഡൽ. ഓക്കെ, അപ്പോൾ അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായാലോ, ഈ ആറ്റംസ് ഇതിൽ കൂടി ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കടത്തി വിട്ടിട്ട് ഇതിനെ എനർജൈസ് ചെയ്യുക, ചൂടാക്കുക. ഹീറ്റ് എനർജി വന്നു കഴിഞ്ഞാൽ ഇത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻസിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത്ത് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ്. അതായത് ചില വേവ് ലെങ്ത്തുകൾ മാത്രമേ അത് എമിറ്റ് ചെയ്യുന്നുള്ളൂ. അതിനുള്ള റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല റൂദർഫോർഡ്സ് മോഡൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ?